പ്രസവശേഷം മെൻസ്ട്രൽ പീരീഡ്സ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോൾ? ഇത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ്. പ്രത്യേകിച്ച് ഇവരുടെ ബ്രസ്റ്റ് ഫീഡിങ്, അതുപോലെ തന്നെ ഇവരിലെ ഹോർമോണൽ ചേഞ്ചസ്, അതുപോലെ അവരുടെ ഇൻഡിവിജ്വൽ ഹെൽത്ത്, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് എന്നാണ് ഈ പീരീഡ്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. നോർമലി ഡെലിവറി കഴിയുമ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ഉണ്ട്. ലോക്കിയ എന്നാണ് അതിന് പറയുക. അത് ഡാർക്ക് റെഡ് കളറിൽ തന്നെയായിരിക്കും തുടക്കത്തിൽ. പിന്നെ അതിൻ്റെ കളർ കുറഞ്ഞ് സ്കാൻഡിയായി അതിൻ്റെ കളർ കുറഞ്ഞത് അത് ഇല്ലാണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എന്നാൽ ഇതിനെ പീരീഡ്സ് ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ നാച്ചുറലി പീരീഡ്സ് ആവുന്നത് ഇപ്പോൾ ഒരു ടോട്ടലി ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലാത്ത ഒരു അമ്മയാണെങ്കിൽ അവർക്കൊരു 2 മാസത്തിനകം തന്നെ, ഒരു 1.5-2 മാസത്തിനകത്ത് തന്നെ ഈ പീരീഡ്സ് എസ്റ്റാബ്ലിഷ് ആവാറുണ്ട്. ഇതിന് കാരണം എന്താ വെച്ചാൽ, നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ, അല്ലെങ്കിൽ ഒരു ഹോർമോൺ ഉണ്ട്, അതിന് പ്രൊലാക്റ്റിൻ എന്നാണ് പറയുന്നത്. നാച്ചുറലി ഓവുലേഷനെ സപ്രസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രസൻസിൽ പീരീഡ്സ് ഡിലേ ആയി പോകാറുണ്ട്. അപ്പോൾ ഒരു നോർമൽ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഫേസിലാണ് അമ്മയെങ്കിൽ ഒരു 6 മാസം വരെയും പീരീഡ്സ് ആകാത്തത് നോർമൽ തന്നെയാണ്. അതിനുശേഷം കുട്ടീനെ നമ്മൾ സോളിഡ് ഫുഡൊക്കെ കൊടുത്തു തുടങ്ങി, അല്ലെങ്കിൽ അതർ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങി ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഫ്രീക്വൻസി കുറയുമ്പോൾ, ശരീരത്തിലെ പ്രൊലാക്റ്റിൻ്റെ ലെവൽ കുറയുമ്പോൾ പീരീഡ്സ് എസ്റ്റാബ്ലിഷ് ആവുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് PCOS അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും, അതുപോലെ തന്നെ ഇവർക്ക് അനീമിയ, HB കൗണ്ടൊക്കെ കുറവാണ്, ഫുഡിൻ്റെ ഒരു പ്രോപ്പർ ന്യൂട്രീഷൻ ഒന്നും കിട്ടിയില്ല എങ്കിലുമൊക്കെ തന്നെയും, ഈ രീതിയിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒക്കെ തന്നെയും പീരീഡ്സ് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു 6 മുതൽ 8 മാസത്തിനകത്ത് പീരീഡ്സ് റീ എസ്റ്റാബ്ലിഷ്ഡ് ആയില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറിനെ കാണണം. അതുപോലെ തന്നെ ആദ്യത്തെ പീരീഡ്സ് ആവുന്ന സമയം എന്ന് പറയുന്നത്, അപ്പോഴുണ്ടാവുന്ന ഓവുലേഷൻ ചിലപ്പോൾ നമുക്ക് സ്കിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ആ ടൈം എന്ന് പറയുന്നത് കൺസീവ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ കോൺട്രാസെപ്റ്റീവ് ഫിസിക്കൽ ബാരിയേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ ഈ പീരീഡ്സ് ആവുന്ന ആദ്യത്തെ സൈക്കിൾസ് കുറച്ച് ഇറഗുലർ സൈക്കിൾസ് ആയിരിക്കും. അത് വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ ആ ഹോർമോണൽ ചേഞ്ചസ് ഒരാളിൽ എത്രത്തോളം ഉണ്ട് എന്നതനുസരിച്ചായിരിക്കും. അതിനനുസരിച്ച് ചിലപ്പോൾ ഫസ്റ്റ് സൈക്കിൾസ് വളരെ ഇറഗുലർ ആയിട്ട്, ചിലവരിൽ നേരത്തെ പീരീഡ്സ് പണ്ടാവുമ്പോൾ തീരെ വേദനയില്ലായിരുന്നു, ഡെലിവറിക്ക് ശേഷം പിന്നീട് വേദനയായി. കാര്യം യൂട്രസ് അതിൻ്റെ പൊസിഷൻ ആവട്ടെ, അതിൻ്റെ ഷേപ്പൊക്കെ വളരെ ഒരു ഡെലിവറിക്ക് ശേഷം അത് അബ്ഡോമിനൽ ഓർഗനായി മാറി, അത് ചുരുങ്ങി വീണ്ടും പെൽവിസിലൊക്കെ വന്ന് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ പൊസിഷനിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം പീരീഡ്സിൻ്റെ സമയത്തെ ബുദ്ധിമുട്ടുകളിൽ ചില വ്യത്യാസങ്ങൾ, ചിലപ്പോൾ നേരത്തെ വേദന ഉണ്ടാവും, അതിനുശേഷം ഡെലിവറിക്ക് ശേഷം വേദന ഉണ്ടാകാതെ വരാം, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഹോർമോണൽ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ ആദ്യത്തെ സൈക്കിളുകളിലും ചിലവർക്ക് ഭയങ്കര ബ്ലീഡിങ് വരാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു നാച്ചുറലായിട്ട് പീരീഡ്സ് ആവേണ്ട ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ടും ഫോർ 8 to 1 ഇയറിനകത്ത് പീരീഡ്സ് വന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബ്ലീഡിങ് വളരെ വളരെ സ്കാൻഡി, അല്ലെങ്കിൽ ഈ ഇടവിട്ടുള്ള സ്പോട്ടിങ് വരിക, അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ്, അല്ലെങ്കിൽ ഹെവി പെയിൻഫുൾ ബ്ലീഡിങ് ഒക്കെ ആണെങ്കിലും നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രസവരക്ഷ എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനം എന്ന് വെച്ചാൽ, പ്രസവരക്ഷയിൽ കൂടുതൽ മരുന്നുകളും വാതശമനത്തിനും ദഹനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ മരുന്നുകളാണ്. ഇവ രണ്ടും തന്നെ ഹോർമോണൽ ബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ പീരീഡ്സ് ഉണ്ടാവാനും, അതുപോലെ തന്നെ യൂട്രൈൻ മസിൽസിനെയും ഇന്നർ മ്യൂക്കോസയുടെ പ്രോപ്പറായ അലൈൻമെൻറ്റിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ആയുർവേദ മരുന്നുകൾ. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഒരു റിജുമിനേഷൻ, ആയുർവേദ മരുന്നുകൾ പ്രസവരക്ഷയ്ക്ക് കൊടുക്കുന്നത് ഒരു സ്ത്രീയെ വണ്ണം വെപ്പിക്കാനല്ല, തീർച്ചയായും ഇത്തരത്തിലുള്ള റിജുമിനേഷൻ, റീസ്ട്രെങ്ത് ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ കഴിക്കുക. അത് കറക്റ്റായിട്ട് എടുക്കുന്നവർക്ക് ഇത്തരം ഇഷ്യൂസ് വരാതിരിക്കുന്നതായും നമ്മൾ കാണാറുണ്ട്.